തങ്ങളുടെ അധികാരവും പദവികളും നേട്ടങ്ങളും സമ്പത്തും എല്ലാം നിലനിർത്തുന്നതിനു വേണ്ടി ചെറിയ പെൺകുട്ടികളെ, കുഞ്ഞു കുഞ്ഞു പെൺമക്കളെ സാത്താന് മുന്നിൽ അഥവാ ബാൽ എന്ന അവരുടെ ദൈവത്തിനു മുന്നിൽ ബലിയർപ്പിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ അടുത്തായി പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയൽസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധവും ഇവയെല്ലാം ബാൽ എന്ന ഒരു സാത്താൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ബാൽ എന്ന ഒരു പ്രതീകത്തോട് കണക്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ? ഖുർആനിൽ ബാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാൽ എന്നാൽ എന്താണ് അർത്ഥം? ആരാണ് ബാൽ? ഖുർആനിൽ ബാൽ എന്നും ബൈബിളിൽ ബാൽ എന്നുമാണ് ഈ സാത്താൻ്റെ പ്രതീകത്തെ ശരിക്കും വിളിക്കുന്നത്. ഇത് ഈ ഒരു ആധുനിക ലോകത്തിനോട് എങ്ങനെ കണക്റ്റായി നിൽക്കുന്നു? ഇപ്പോഴും ബാലിനെ ആരാധിക്കുന്നവരുണ്ടോ എന്നൊക്കെയാണ് സംശയങ്ങൾ. പുരാതനമായ മധ്യപൂർവേഷ്യയിലെ കനാനിയൻ സമൂഹത്തിൽ അഥവാ ലബനൻ, സിറിയ, ഇസ്രയേൽ, ജോർദാൻ പ്രദേശങ്ങളിലൊക്കെ മുൻപ് ആരാധിച്ചിരുന്ന ഒരു ദേവനായിരുന്നു ശരിക്കും ബാൽ എന്ന് പറയുന്നത്. ബാൽ എന്ന പദത്തിന് പ്രഭു, ലോർഡ്, ദൈവം എന്നൊക്കെ അർത്ഥം കാണിക്കുന്നുണ്ട്. മഴയുടെയും കൃഷിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം ദൈവമായിട്ടാണ് അവർ ബാൽ എന്ന പ്രതിമയെ വെച്ച് ആരാധിച്ചിരുന്നത്. എന്നാൽ ബഹുദൈവാരാധനയും ബിംബാരാധനയും ശക്തമായി എതിർത്തുകൊണ്ടാണ് ഏകദൈവ വിശ്വാസങ്ങൾ കടന്നു വരുന്നത്. ഇസ്ലാം മത വിശ്വാസവും ക്രിസ്ത്യൻ മതവും അതുപോലെ ജൂയിസ് മതവുമെല്ലാം ശക്തി പ്രാപിച്ചതോടെ ഈ ബാൽ ആരാധകർ കുറഞ്ഞു വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഖുർആനിൽ ബാൽ അഥവാ ബാലിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇല്യാസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. സൂറത്ത് സോഫാത്തിലെ 125 ആയത്തിൽ ഇല്യാസ് അലൈഹിസ്സലാം തൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ തൻ്റെ ജനതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്: അതദഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടാവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ബാലിനെ ആരാധിക്കുകയാണോ എന്നാണ് ജനങ്ങളോട് ഇല്യാസ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് പീഡനങ്ങളും മറ്റും ഇല്യാസ് അലൈഹിസ്സലാം ഏൽക്കേണ്ടി വരുന്നുണ്ട് ജനതയിൽ നിന്ന്. ബൈബിളിലും ഇതേ ബാലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേലർ ബാലാരാധന ഒഴിവാക്കണം, ഉപേക്ഷിക്കണം, ബഹുദൈവാരാധന അല്ലെങ്കിൽ ബിംബാരാധനയിൽ നിന്ന് പിന്മാറണം എന്നൊക്കെയാണ് അതിലും പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ജൂയിസവും എല്ലാം ശക്തി പ്രാപിച്ചതോടെയാണ് ഈ ഒരു ബിംബാരാധന അല്ലെങ്കിൽ പശു ആരാധന, ബാൽ ആരാധന ഇല്ലാതാവുന്നത്. എന്നാൽ വളരെ ക്രൂരവും നീചവുമായ തരത്തിൽ ഈ ഒരു ബാലിനെ ആരാധിച്ചിരുന്നു, ബാലിന് വേണ്ടി ബലി അർപ്പിച്ചിരുന്നു എന്നെല്ലാമാണ് പറയപ്പെടുന്നത്. ഈ അടുത്തായി ഉയർന്നു വന്ന ജെഫ്രീൻ എപ്സ്റ്റീൻ ഫയൽസ്, ആ കേസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ശരിക്കും ജെഫ്രീൻ എപ്സ്റ്റീൻ എങ്ങനെ ബാലുമായി കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു ചർച്ച. എപ്സ്റ്റീൻ ബാലുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ബാലിനെ ആരാധിക്കുന്ന, ബാലിനെ ബലിയർപ്പിക്കുന്നതായിട്ടുള്ള രേഖകളൊന്നും ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റോ കോടതികളോ അംഗീകരിച്ച ഫയലുകളൊന്നും എന്തായാലും നിലവിലില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഒരുപാട് ഗവേഷകർ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ അതിലെ പ്രധാന പ്രതിയായ ജെഫ്രീൻ എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ബാൽ എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ നിലവിലുണ്ടായിരുന്നു എന്നാണ് ഈ രേഖകളിൽ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല ജെഫ്രീൻ എപ്സ്റ്റീൻ്റെ ഒരു ഐലൻഡിൽ വെച്ച് ചെറിയ ചെറിയ കുട്ടികളെ, പെൺകുട്ടികളെ വലിയ വലിയ അധികാരികൾ, ഇന്ന് കാണുന്ന ലോകത്ത് കാണുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള പല വലിയ നേതാക്കളും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മാത്രമല്ല അവരെ അവിടെ ബലി നൽകുകയും അവരെ ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്തതായിട്ടും പല വീഡിയോ ക്ലിപ്പുകളും രേഖകളും എല്ലാം ഇതിനെ തുടർന്ന് പുറത്തു വന്നിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വളരെ കുറഞ്ഞ രേഖകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പോലും ഇന്നത്തെ നിലവിലെ വലിയ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ബാൽ എന്ന പുരാതനമായി ജനങ്ങൾ ആരാധിച്ചിരുന്ന, എന്നാൽ വേദഗ്രന്ഥങ്ങളിലെല്ലാം സാത്താനായിട്ടും ആക്ഷേപിക്കപ്പെട്ടവനായിട്ടും എല്ലാം കണക്കാക്കുന്ന ബാലിനെ ആരാധിക്കുന്നു എപ്സ്റ്റീൻ, അതുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒഫീഷ്യലി ഏതെങ്കിലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോടതികളോ അംഗീകരിച്ച ഒരു രേഖകളും ഇതിന് തെളിവായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ആരോപണം, ഇറാനിൽ ബാലിനെതിരെ വലിയ പ്രതിഷേധം, ബാലിനെ കൂട്ടിക്കെട്ടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ട്രംപിനും നെതന്യാഹുവിനുമെതിരെയെല്ലാം വലിയ പ്രതിഷേധം നടന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാനിൽ
165ഓളം പെൺകുട്ടികൾ മരിക്കാനിടയായ ആ സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു. അഥവാ ആ പെൺകുട്ടികളെ കൊന്നൊടുക്കിയത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അവിടെ യുദ്ധം തുടങ്ങാൻ ആ പെൺകുട്ടികളെ കൊന്ന് യുദ്ധം തുടങ്ങിയത് ഈ പിഞ്ചുപാലികകളെ ബാലിന് ബലി നൽകാൻ വേണ്ടിയാണ്. ആ ബലിയിലൂടെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയാണ്, അതിലൂടെ അവർ യുദ്ധം വിജയിക്കാൻ വേണ്ടിയാണ് എന്നുമാണ് ഉയരുന്ന വലിയൊരു ആരോപണം. എന്നാൽ ഇതിനും വലിയ തെളിവുകളോ കൃത്യമായ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സോഷ്യൽ മീഡിയയിൽ പലരും, പല ഗവേഷകരും, പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായ ഇതാണ് സംഭവം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഉറപ്പിച്ച് പറയുന്ന തെളിവുകളോ അല്ലെങ്കിൽ ഒഫീഷ്യലി ആരെങ്കിലും അംഗീകരിച്ച തെളിവുകളോ ഇല്ല എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നിലവിൽ ബാലിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇല്ല എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. എങ്കിലും വളരെ രഹസ്യമായി ബാലിനെ ആരാധിക്കുന്നവരും ബാലിനു വേണ്ടി ബലി നൽകുന്നവരുമെല്ലാം ഉണ്ട് എന്നും പറയുന്നു. ഇസ്ലാം മതവും ക്രിസ്തു മതവും അതുപോലെ ജൂയിഷ് മതവുമെല്ലാം ബാലിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഏകദൈവ വിശ്വാസമാണ് ഇവയെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഏകദൈവ വിശ്വാസത്തിനെതിരാണ് ബാൽ എന്നൊരു പ്രതിമ, ആ ഒരു പശുവിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു പ്രതിമയ്ക്ക് വേണ്ടി ആരാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിലവിൽ ഈ മതങ്ങളെല്ലാം, സെമിറ്റിക് മതങ്ങളെല്ലാം ബാലിനെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇന്നത്തെ നേതാക്കന്മാരിൽ പലരും ബാലിൻ്റെ ആരാധകരാണെന്നും ബാലിന് വേണ്ടി ബലി നൽകുന്നു എന്നും അവരുടെ ഐശ്വര്യവും അധികാരങ്ങളും സമ്പത്തും നിലനിർത്താൻ വേണ്ടിയിട്ട്, ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുമെല്ലാമാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഇതിനെല്ലാം തെളിവുകൾ ആവശ്യമാണ്. സോഷ്യൽ മീഡിയ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാനുമാവില്ല. എങ്കിലും ലോകത്ത് നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.